ഹായ് ഫ്രണ്ട്സ്, രൂപേഷാണ്. ഇന്ന് സീരിയസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ഒന്നല്ല, വളരെ രസകരമായിട്ടുള്ളൊരു നിങ്ങൾക്ക് എക്സ്പെരിമെൻ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. നമ്മൾ GSTയുടെ സൈറ്റിൽ ആസ് യൂഷ്വൽ GST.gov.in പോയിട്ട് അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് സെർച്ച് ടാക്സ് പെയർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ആ സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ സെർച്ച് ടാക്സ് പെയറിൽ പോയിട്ട് ഇപ്പം നിങ്ങൾക്ക് ഒരു GSTI നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് സെർച്ച് GSTIN എന്ന് കൊടുക്കുകയാണെങ്കിൽ, സെർച്ച് ബൈ GSTI എന്ന് എന്നുള്ളൊരു ഇത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് സംശയമുള്ളതോ നിങ്ങൾക്ക് അറിയാവുന്നതോ ഏത് ആ GSTI നമ്പർ അവിടെ കൊടുത്തിട്ട് നിങ്ങൾ പ്രൊസീഡ് ചെയ്യുകയാണെങ്കിൽ ആ GSTI നമ്പറിലുള്ള അതിൻ്റെ ഡീറ്റെയിൽസ്, ആ ഫെയിമിൻ്റെ ഡീറ്റെയിൽസ് ഫുൾ റെഗുലർ ആണോ, കോമ്പോസിഷനോ, ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആവും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇനി ഇത് കിട്ടുന്ന ബില്ലുകളൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ പറഞ്ഞ പോലെ നോക്കാനും, ആരാണ് അതിൻ്റെ ഓണർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, ഏത് സ്കീമാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാനുള്ള ഓപ്ഷൻ ഇതിനകത്തുണ്ട്. ഇനി നിങ്ങൾക്ക് ഒരു കാര്യം കൂടി നോക്കാം. നിങ്ങൾക്ക് കിട്ടുന്നൊരു പാൻ നമ്പർ, നമ്മൾ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കേരളത്തിലാണെങ്കിൽ 32 തുടങ്ങുന്ന GSTI നമ്പറിൽ 32 കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത 10 ഡിജിറ്റ് ആ ഫെയിമിൻ്റെ അല്ലെങ്കിൽ ആരാണോ രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള അവരുടെ പാൻ കാർഡ് നമ്പർ ആയിരിക്കും 32-ന് ശേഷം വരുന്നത്. അല്ലെങ്കിൽ വേറെ സ്റ്റേറ്റുകളിലാണെങ്കിൽ ആദ്യത്തെ 2 ഡിജിറ്റ് കഴിഞ്ഞാലുള്ള 10 ഡിജിറ്റ് നമ്പർ. നിങ്ങൾ ജസ്റ്റ് സൈറ്റിൽ പോയിട്ട് സെർച്ച് ബൈ പാൻ നമ്പർ എന്നുള്ളിടത്ത് ഈ 10 ഡിജിറ്റ് പാൻ നമ്പർ കൊടുക്കുകയാണെങ്കിൽ ആ പാൻ നമ്പറിലുള്ള GSTI നമ്പറുകൾ നിങ്ങൾക്ക് ഷോ ചെയ്യും. അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ട് വീണ്ടും നിങ്ങൾ പ്രൊസീഡ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ സെർച്ച് ബൈ GSTI നമ്പർ എന്നുള്ള ഇതിലുള്ള ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇനി ബില്ലുകൾ കിട്ടുമ്പോൾ നിങ്ങൾ ജസ്റ്റ് എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന GSTI നമ്പറൊക്കെ നിങ്ങൾ സൈറ്റിൽ പോയിട്ട് ജസ്റ്റ് അടിച്ച് നോക്കുക. അപ്പോൾ അതിൻ്റെ ഓണർ ആരാണ്, എന്ന് രജിസ്റ്റർ ചെയ്ത ഫെയിമാണോ, ഒക്കെ കാര്യം നിങ്ങൾക്ക് അറിയാനായിട്ട് ഈ സൈറ്റിലൂടെ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ടാക്സുമായി ബന്ധപ്പെട്ട, GSTയുമായി ബന്ധപ്പെട്ട പുതിയ കാര്യങ്ങൾ അറിയാനായിട്ടും അപ്ഡേറ്റഡ് ആവാനായിട്ടും stay tuned with Capitax India. Thank you.